ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, കേരള പോലീസ് ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാണുന്ന നമ്പറിൽ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ മകൻ്റെ ഭാര്യ തള്ളിയിടുന്ന രംഗം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ആ മകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നാളുകളായി ഈ അമ്മയെ ഈ മകൾ, അതായത് മകൻ്റെ ഭാര്യ, മരുമകൾ ദ്രോഹിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇവരെ ആക്രമിക്കുന്നതിൻ്റെ തെളിവുകൾ ലഭിക്കാറില്ല. പിന്നീടാണ് ഈ രീതിയിലുള്ള ഒരു തെളിവ് കിട്ടിയത്. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴാണ് ആ മരുമകൾക്കെതിരെ പോലീസ് ആക്ഷൻ എടുത്തത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ ഒരു നിയമപോരാട്ടം നടത്തുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ തരത്തിൽ നടക്കുന്നുണ്ട്. ഇതിലും വലിയ രീതിയിലുള്ള ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങൾക്കും മറ്റും ഏൽക്കേണ്ടി വരുന്ന പല മാതാപിതാക്കളും ഇന്ന് സമൂഹത്തിലുണ്ട്. സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം തന്നെ വൃദ്ധസദനത്തിൽ തള്ളപ്പെട്ടവരിൽ 46% മക്കളിൽ നിന്ന് കടുത്ത ക്രൂരതയ്ക്ക് ഇരയായതുകൊണ്ട് മാത്രമാണ് അവർ വൃദ്ധസദനത്തിൽ എത്തിപ്പെട്ടതെന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. അതായത് സർക്കാരിൻ്റെ അധീനത്തിൽ മാത്രം 590-ലേറെ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പിന്നെയുമുണ്ട്. അത് ഇവിടെ പരാമർശിക്കുന്നില്ല, അതിൻ്റെ കണക്ക് ഇവിടെ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വൃദ്ധസദനങ്ങളും മറ്റും ഒരുപാടുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് സാക്ഷരതയിലും സംസ്കാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊച്ചു കേരളം. പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ സ്വന്തം മക്കൾക്കൊരു അധികപ്പറ്റാണ്. ഇവിടെ മകൻ്റെ ഭാര്യയാണ് അതിക്രൂരമായി ആ അമ്മയെ മർദ്ദിച്ചത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവർ ഒരു ടീച്ചറാണ് എന്നാണ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, വളരെ സമ്പന്നരായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഒരു വൃദ്ധരായ ഒരു സ്വന്തം ഭർത്താവിൻ്റെ മാതാവിനോട് ഈ രീതിയിൽ അവർ ഒരു ക്രൂരത ചെയ്യുകയാണെങ്കിൽ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളെ രീതിയിൽ കാണുമെന്ന് നമുക്ക് ഊഹിക്കേണ്ടതല്ലുള്ളൂ. ഇവിടെ ഈ സ്ത്രീക്ക് ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ ഇപ്പോൾ പോലീസ് നടപടിയെടുത്തു. ഈ നടപടിയെടുത്തത് വളരെ സ്വാഗതാർഹമാണ്. ഇതുപോലെ വൃദ്ധരായവരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നിയമം നോക്കിക്കുത്തുകളാകുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കറിയാൻ കഴിഞ്ഞത് 35 വർഷക്കാലം പ്രവാസ ലോകത്ത് മക്കൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച ഒരു പിതാവ് ഇപ്പോൾ ഗാന്ധി ഭവനിലാണ് അന്തേവാസികളായിട്ട് കഴിയുന്നത്. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ എണ്ണി പറയാൻ പറ്റുന്ന തരത്തിലല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്, ഇത്തരം സംഭവങ്ങൾക്കെതിരെ, ഇത്തരം ക്രൂരതയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. 2007 മെയിൻ്റനൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ മക്കൾക്കെതിരെ കടുത്ത നിയമ നടപടി എടുക്കാനുള്ള ശുപാർശ ചെയ്യുന്നുണ്ട്. അത് പാർലമെൻറ്റിൽ ഇറക്കിയ ഒരു നിയമമാണ്. അതിനെ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയൊരു കരട് വിജ്ഞാപനം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി പുതിയൊരു ബില്ല് തന്നെ പാസ്സാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി വയോജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ്. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, കേരള പോലീസ് ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങളിൽ വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് ആ നമ്പറിൽ വിളിച്ച് പറയാം. അതിന് സൊല്യൂഷൻ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കേരള പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനമാണ്, വയോജനങ്ങൾക്ക് മാത്രമുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനമാണ്. ഇതാണ് നമ്പർ. ഇതിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. പോലീസിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നിയമ സഹായം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ നമ്പർ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.